ഹായ് ഓൾ, വെൽക്കം ടു വെരാൻഡ റേസ്. അപ്പോൾ ഇന്ന് നമ്മൾ റീസണിങ്ങിലെ മറ്റൊരു ടോപ്പിക്കായ ആൽഫബറ്റ് സീരീസിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൽഫബറ്റ് സീരീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കോഡിങ്, ഡീകോഡിങ്, എന്താണ് ആൽഫബറ്റ് ടെസ്റ്റ്, അതുപോലെ കുറച്ച് ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. എന്താണ് ആൽഫബറ്റിന്റെ ഓർഡർ അനുസരിച്ച് അല്ലെ, അതായത് നമുക്ക് ആൽഫബറ്റിന്റെ പൊസിഷൻ വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്സിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഒരു ഷിഫ്റ്റിൽ 2-3 ചോദ്യങ്ങൾ വരെ ചോദിച്ച ഷിഫ്റ്റ് ഉണ്ട്. പ്രിലിംസിനായാലും മെയിൻസിനായാലും 2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് വരെ എന്തിൽ ചെയ്യാൻ പറ്റും. പ്രിലിംസ് ആണെങ്കിൽ 4 മാർക്ക്, മെയിൻസ് ആണെങ്കിൽ 6 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, പ്രാക്ടീസിലൂടെ വളരെ എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. നമുക്ക് ഒട്ടും വൈകാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എല്ലാത്തിലുള്ളത് തന്നെ അല്ലേ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കറക്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് ഗിവൺ വേർഡ്സ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡർ. ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡറിൽ ഇതെന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. എങ്ങനെയാ ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡറിൽ വേർഡ്സ് അറേഞ്ച് ചെയ്യുന്നത്? ആൽഫബറ്റ്സിനനുസരിച്ച് അല്ലേ. അപ്പൊ നമുക്ക് അത് തന്നെ ഇവിടെ നോക്കിയാലോ. അപ്പോ ഇവിടുത്തെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഇത് സോൾവ് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനെ അറേഞ്ച് ചെയ്ത് ആദ്യം എഴുതിയിട്ട് ഓപ്ഷൻ ടിക്ക് ചെയ്യാന്നുള്ളതാണ്. 2 എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ബേസിക് മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എല്ല് അല്ലെ, 12 12 എല്ലാം 12 ആണ്. ദെൻ അടുത്തെന്താ ഐ ആണ് അല്ലെ, അപ്പൊ 9 9 9 9 എല്ലാം 9 ആണ്. ദെൻ ടി ആണ്, അപ്പം ടി 20 20 ദെൻ 20 19 20 അല്ലെ. അപ്പൊ 19 ആണ് ഫസ്റ്റിൽ വരുന്നത്. 19 അതായത് 19 20. അപ്പൊ 4 ആയിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന വേർഡ് 4 ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ 5 5 1 28 അല്ലെ. ദെൻ വരുന്നത് അടുത്ത ചെറിയ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 3 ആയിരിക്കും അടുത്ത് വരുന്നത്. ദെൻ 5 ഉണ്ട്. 5-ൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട് അല്ലെ. 5 ദെൻ 18 18 1 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ലെറ്റർ നോക്കുക, ടിയും സിയും ആണ്. ടി 20 ആണ് അല്ലെ. സി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 1 ആദ്യം വരും, ദെൻ 2 വരും, ലാസ്റ്റ് എന്ത് വരും 5 വരും. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഡിക്ഷണറി ഓർഡർ എന്ന് പറയുന്നത്. 4 3 1 4 3 1 2 5. ഓക്കെ, ഇത് ഇങ്ങനെ അല്ലാതെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഓപ്ഷൻ വെച്ച് കമ്പാരിസൺ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. നോക്കുക, ഓപ്ഷൻ നോക്കുക, 4 3 1 4 അല്ലെ. അപ്പൊ 4ഉം 3യും തമ്മിൽ കമ്പയർ ചെയ്യുക. 4ലും 3ലും ആദ്യം ആര് വരും? 4 ആയിരിക്കും വരിക. അപ്പം ഇത് ക്യാൻസൽ ആയി. ഓക്കെ, ഇനി 1ലും 4ലും ആര് വരും എന്ന് നോക്കാം. 1ലും 4ലും. അപ്പൊ 1ല് എന്താണ് ഇവിടെ 20, ഇവിടെ 19 ആണ്. അപ്പം ഇത് ക്യാൻസൽ ആയി. ഇനിയുള്ളത് 2 ഓപ്ഷൻ ആണ്. അപ്പൊ 4 ആണ് ആദ്യം വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ആര്? 3ഉം ഉണ്ട് 1ഉം ഉണ്ട്. 3ഉം 1ഉം തമ്മിൽ നോക്കുക. അപ്പൊ LIT LIT A 1 ആണ്, E 5 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ആര് വരും? 3 ആയിരിക്കും വരുന്നത്. അപ്പൊ 3 വരുന്ന ഓപ്ഷൻ ഇതാണ്. എത്ര സെക്കൻഡ്സ് എടുത്തു നമ്മൾ? ഓക്കെ, മറ്റേതാണെങ്കിൽ നമ്മൾ ആൽഫബറ്റ് നോക്കി എടുത്തെഴുതി പിന്നെ ഓപ്ഷനിൽ വന്ന് കുത്തണം. മറ്റേത് ഓപ്ഷൻ അനാലിസിസ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആൻസർ കിട്ടാൻ തുടങ്ങും. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഈ ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യാൻ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താണ്? പാരലൽ ഉണ്ട്, പാരഡൈസ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, പാരലിസം ഉണ്ട്, പാരസൈറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡറിൽ എഴുതുക. ഓക്കെ, നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്? ആദ്യം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ നോക്കുക അല്ലെ. എന്താണ് ഇപ്പൊ ഈ പാര എന്ന് പറയുന്ന വേർഡ് എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ ഇത് നമ്പർ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് നമ്പർ നോക്കിയാൽ മതി. ഇത് 12 4 7 12 19. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറുത് എന്താ? 2 ആണ് അല്ലെ. 2 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 7, അത് 3 ആണ്. നെക്സ്റ്റ് വലുതെന്ന് വെച്ചാൽ L വരുന്ന 2 വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്തുള്ള ലെറ്റേഴ്സ് നോക്കണം. അപ്പൊ ഇത് പാരലൽ, ഇത് പാരലിസം. അപ്പൊ ഇത് പാരലൽ വരെ ഉള്ളൂ. ബാക്കി എന്താണ്? അഡീഷണൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ആരെ എടുക്കും? 1നെ എടുക്കും, ദെൻ 4നെ എടുക്കും. പിന്നെ ആരാ ബാലൻസ് ഉള്ളത്? 5 അല്ലെ. അപ്പൊ എന്താണ്? 2
3 2 3 1 4 5. അപ്പൊ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യും? ഓപ്ഷൻ എലിമിനേഷൻ എങ്ങനെയാ ചെയ്യുക? ഓക്കെ, ഓപ്ഷൻ എലിമിനേഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം 3യും 2വും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. 3യും 2വും തമ്മിൽ നോക്കുമ്പോൾ ഇത് ഇത്രയും സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് 4 7. അപ്പൊ ആര് വരും? 4ലും 7ലും ആരാ ചെറുതെന്ന് പറയുന്നത്? 2 ആണ് ചെറുതെന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ 1 എലിമിനേറ്റ് ആവും. ഇനി 1ഉം 3യും തമ്മിൽ നോക്കുക. 1ഉം 3യും തമ്മിൽ നോക്കിയപ്പോൾ ഇത് 12 ആണ് വരുന്നത്. 7 ആണ് അതിനെക്കാട്ടി ചെറുത്. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 3 വരും. അപ്പൊ 2 3 ഇത് ക്യാൻസൽ ചെയ്തു. ഇനി 1 ആണോ 4 ആണോ നോക്കും. 4 എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട് അല്ലെ. പാരലിസം എന്ന് പറയുന്നത് ഒരു വലിയ വേർഡ്. നമുക്ക് പാരൽ വരെ 1ലുള്ളൂ. സോ 1നായിരിക്കും പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇത് ക്യാൻസൽ ചെയ്യും. ഡി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു മോഡൽ എങ്ങനെയാണ് നോക്കാം. How many meaningful 4-letter English word can be formed using the second, third, fifth, seventh letters of the word tourist? Tourist എന്നുള്ള വേർഡ് ഞാൻ എടുത്തത് TOURIST. ടൂറിസ്റ്റ്. ഓക്കെ, ഇതില് സെക്കൻഡ് ലെറ്റർ, then third letter, fourth, fifth letter and seventh letter വച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മീനിങ് ഫുൾ വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ്? OUIT അല്ലെ. OUIT വെച്ച് നമ്മൾ എന്തെങ്കിലും വേർഡ് ഇതേ വരെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എഴുതി UOIT എടുത്ത് എഴുതി നോക്കുക. then IOUT. ഇല്ല, നമ്മളൊരു വേർഡ് പഠിച്ചത് നമുക്ക് അത്യാവശ്യം നമ്മൾ ഇംഗ്ലീഷൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരു വേർഡ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ വരുന്നത്? നൺ. ഓക്കെ, ഇതാണ്. ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, ഹൗ മെനി മീനിങ് ഫുൾ 4-letter വേർഡ് ഇംഗ്ലീഷ് 4-letter English word can be formed using the first, fourth, fifth and sixth letter of saver word when counted from left to right using each letter only once. നമുക്ക് റിപ്പറ്റീഷൻ അലോഡഡ് അല്ല. ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? ഞാൻ എൻ്റെ വേർഡ് എടുത്ത് എഴുതുകയാണ്. ഇനി ഇതില് ഫസ്റ്റ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് എടുത്ത് എഴുതി നോക്കെ. SOUR അല്ലെ. സോർ, കയ്പ്, സോറ് പുളിപ്പ് എന്നുള്ള ടേസ്റ്റ് വന്നു. മീൻസ് വേർഡ് വന്നു. പുളിപ്പ് എന്നുള്ള ഒരു വേർഡ് വന്നു. നെക്സ്റ്റ് വേറെ ഏതെങ്കിലും പറ്റുമോ? SROU അല്ലെ. UROS. ഓക്കെ, ഒരു വേർഡ്സും പറ്റത്തില്ല അല്ലെ. അപ്പൊ എത്ര വേർഡ് പറ്റും? ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് നോക്കാം. അപ്പൊ നോർമലി നമുക്ക് ഇങ്ങനെ ഒരു 4 letters ഒക്കെ കാണുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ മൈൻഡിൽ ക്ലിക്ക് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഇന്നതൊക്കെയാണ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേർഡ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡറിൽ വീണ്ടും ചെയ്യുക. എങ്ങനെ ചെയ്യും? നമ്മൾ ആൽഫബറ്റിൽ അല്ലെ. ആൽഫബറ്റിലാണെങ്കിൽ എങ്ങനെ കമ്പയർ ചെയ്യും? 1 ആണോ 4 ആണോ നോക്കും. 1 ആണോ 4 ആണോ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ ELA രണ്ടിടത്തും ELA ഉണ്ട്. ദെൻ അടുത്ത നമ്പർ ഇതെന്ന് പറയുന്നത് 19 ആണ്. അടുത്ത ലെറ്റർ 19 ആണ്. S 19 ആണ്. T 20 ആണ്. ഏതാണ് ചെറുത്? 19 ആണ് ചെറുത് എന്ന് പറയുന്നത്. അപ്പൊ 4 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എന്തുണ്ട്? ബാക്കി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. 3 ആണോ 1 ആണോ നോക്കുക. ഓക്കെ, 3 ആണോ 1 ആണോ? 3. ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ EL രണ്ടിടത്തും സെയിം ആണ്. A ആണ്. അത് കഴിഞ്ഞ് B ആണ് വരുന്നത്. സോ ചെറുതെന്ന് പറയുന്നത് ഫസ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ആണ്. അപ്പം 4 കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ഏതായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. D ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈച്ച് ഓഫ് ദ ലെറ്റർ ഇൻ ദ വേർഡ് ഫ്രെയിംഡ് എന്നാണ് നമ്മുടെ വേർഡ്. ഓക്കെ, FRAMED framed is arranged in the alphabetical order. How many letters are there in the English alphabet series between the letter which is second from the left and the one which is second from the right in the new letter cluster thus formed? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനൊപ്പം പോവാം. എങ്ങനെയാണ്? ഈച്ച് ഓഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഫ്രെയിംഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആൽഫബറ്റ് ABCD എന്ന് പറയുന്നതിനെയും കാട്ടി നമ്പേഴ്സ് എഴുതുക, എന്നിട്ട് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, നമ്പേഴ്സ് ചെയ്താലോ? 6 18 1 13 5 4. ഓക്കെ, ഇനി ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് പെട്ടെന്ന് എഴുതിക്കൂടെ? DEF. ഫ്രണ്ടിൽ A ഉണ്ട്. ADEFMR.
ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി. ഇനി എന്താ അടുത്ത ചോദ്യം പറയുന്നത്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് സീരീസ് ബിറ്റ്വീൻ ദ ലെറ്റർ വിച്ച് ഈസ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ്, അതായത് ഡി. ദെൻ വൺ വിച്ച് ഈസ് സെക്കൻഡ് ഫ്രം ദ റൈറ്റ്, റൈറ്റിൽ നിന്ന് ഉള്ള ഇത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ലെറ്റേഴ്സിന്റെ ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ ഡിഫറൻസ് എത്രയാണ്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇവർക്ക് ഇടയിൽ എന്നാണ് ചോദിച്ചത്. അപ്പം 4 M13 ഇതിങ്ങനെ മൈനസ് ചെയ്യുക, ഇതിപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9. പക്ഷെ ഇതല്ല ഉത്തരം. ഇതിന്റെ ബിറ്റ്വീനിൽ എത്ര ഉണ്ടെന്നാണ് ചോദ്യം. അപ്പം ഇവരും രണ്ടുപേരും നമുക്ക് വേണ്ട, ഇതിന്റെ ബിറ്റ്വീൻ മതി. അതായത് 5, 6, 7, 8, 9, 10, 11, 12. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഒന്നീ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ 13 - 4 - 1 എക്സ്ട്രാ ചെയ്യുക, ഇങ്ങനെ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്പേഴ്സ് കൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പൊ ഡിക്കും എമ്മിന്റെ ബിറ്റ്വീനിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 8. ഓപ്ഷനിൽ കറക്റ്റ് 9 കൊടുത്തിട്ടുണ്ട്, പക്ഷെ 9 അല്ല വരിക, 8 ആയിരിക്കും വരിക ബിറ്റ്വീൻ എന്ന് ചോദിക്കുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ വേർഡ്സ് ഇൻ ആൽഫബറ്റിക് ഓർഡറിൽ ചെയ്തൂടെ? അപ്പൊ 4 ആണ്. അപ്പൊ എന്തായാലും നമുക്കറിയാം നമ്മളുടെ ഇതില് 4 ആയിരിക്കും ആദ്യത്തെ ലെറ്റർ എന്നത്. ദെൻ 2 ആയിരിക്കോ 1 ആയിരിക്കോ? മിക്കവാറും 1 ആയിരിക്കും, കാരണം 3 ഓപ്ഷൻസ് സെയിം ആയിട്ട് വരുവാണ്. അപ്പൊ നമുക്ക് നോക്കാം 2 ആണോ 1 ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇത്രയും സെയിം ആണ്. അടുത്തത് നോക്കിയാൽ മതി. ഇത് 5, ഇ എന്ന് പറയുന്നത് 5, ഐ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 5 അല്ലേ ചെറുത്? 5 ആദ്യം വരും. അപ്പൊ ഇത് ഓപ്ഷൻ എലിമിനേറ്റ് ആയി. നെക്സ്റ്റ് 2 ആണോ 5 ആണോ എന്ന് നോക്കുക. 2 ആണോ 5 ആണോ നോക്കുമ്പോൾ എന്താ പറയുക? MY ഇത് 19 ആണ് അല്ലെ? ഇത് 19 ആണ്, ഇത് 20 ആണ്. അപ്പൊ 2 ആയിരിക്കും വരിക. 4, 1, 2 ആയിരിക്കും വരിക. ഇതും ഓപ്ഷനിൽ നിന്ന് കളയാം. ഇനി 5 വരുമോ 3 വരുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, മിത്ത് എന്ന് പറയുന്ന സാധനം രണ്ടിലും കോമൺ ആണ്. നെക്സ്റ്റ് O15 ഇത് 9. അപ്പം ഐ ആയിരിക്കും ആദ്യം വരേണ്ടത് അല്ലെ? 9 ആണ് ചെറിയ നമ്പർ, 9 ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ 5 ആദ്യം വരും, 3 രണ്ടാമത് വരും. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഓപ്ഷൻ ചെക്ക് ചെയ്തൂടെ? എങ്ങനെയാ ചെക്ക് ചെയ്യാം? 2 ആണോ 1 ആണോ? 2 എന്താണ്? LICK അല്ലെ? 1 എന്താണ്? LID. 3, 4 അല്ലെ? 3, 4 ആദ്യം വരും? 2 വരും. അപ്പൊ 1 നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ആയി. നെക്സ്റ്റ് ഇനി ആരാ നോക്കുക? 4 ആണോ 1 ആണോ? അപ്പൊ 4 ഇത് രണ്ടും LI സെയിം ആണ്. ഈ 5 ആണ്, 4 ആണ് അല്ലെ? അപ്പൊ 1 ആയിരിക്കും വരുന്നത്. അപ്പൊ 2 കഴിഞ്ഞ് അടുത്ത ഇതെന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓപ്ഷൻ ബി. നമുക്ക് ഫുള്ള് ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല. മറ്റത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫുൾ എടുത്ത് ആൽഫബറ്റ് ഓർഡറിൽ എടുത്ത് എഴുതിയിട്ട് പിന്നെ ഓപ്ഷൻ വന്ന് കുത്തേണ്ടി വരും. അത് ടൈം കൺസ്യൂമിങ് ആണ്. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ചെയ്തൂടെ? ഓപ്ഷൻ നോക്കാം. 4, 5 അല്ലെ? ഇല്ല, ഏതാ ഉള്ളത്? നമുക്ക് ആദ്യത്തെ 2 ലെറ്റേഴ്സ് സെയിം ആണ്. ഓക്കെ, ദെൻ 1 ഇത് 2 അല്ലെ? അപ്പൊ ആദ്യം 5 വരും, ആദ്യം 5 ആയിരിക്കും വരുന്നത്. അപ്പം 4 വരുന്ന ഓപ്ഷൻസ് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. നെക്സ്റ്റ് 5, 4, 5, 4, 1, 1. അപ്പൊ ഇനി അടുത്ത് എന്ത് നോക്കിയാൽ മതി? നമുക്ക് 3ഉം 2ഉം തമ്മിൽ ആദ്യം വരുന്നെന്ന് നോക്കിയാൽ മതി. 3ഉം 2ഉം അല്ലെ? ഏതായിരിക്കും ആദ്യം വരുന്നത്? ഇവിടെ 2 എന്ന് പറയുമ്പം എന്താണ് ഇവിടെ വെച്ച് തീരും. ഇവിടെ ആണെങ്കിൽ എന്താ? RY അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 ആദ്യം വരും, ദെൻ 3 രണ്ടാമത് വരും. ഓക്കെ, ഏതാ ഓപ്ഷൻ? 2 ആദ്യം വരും, 3 രണ്ടാമത് വരും. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഇനി എന്താ? ഓക്കെ, ആഫ്റ്റർ അറേഞ്ചിങ് ദ ഗിവൺ വേർഡ് അക്കോർഡിംഗ് ടു ദ ഡിക്ഷണറി ഓർഡർ വിച്ച് വേർഡ് വിൽ കം അറ്റ് തേർഡ് പൊസിഷൻ? തേർഡ് പൊസിഷനിൽ ഏത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് ഇതെങ്ങനെ ചെയ്യും? നമ്മളെല്ലാം എടുത്ത് എഴുതുക അല്ലേ? അപ്പൊ നമ്മൾ ഇനി എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ നോക്കും ഇതെല്ലാം ആദ്യത്തെ 3 ലെറ്റേഴ്സ് എല്ലാത്തിലും സെയിം ആണ്. ബാക്കിയുള്ളത് കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ ഇത് 12 വരുന്നു, ദെൻ 18, 3, 19, 20. ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 3 ആണ്. അതിനെക്കാട്ടി തൊട്ട് വലുത് എന്ന് പറയുന്നത് ഏതാ? 12 ആണ്. സെക്കൻഡ്, ദെൻ 18, 3 ആണ്, ദെൻ 4, 5 അല്ലേ? ഇതാണ്. ഇപ്പൊ ഇതിൽ നമ്മളുടെ അടുത്ത് ഏതാ ചോദിച്ചേക്കുന്നത്? തേർഡ് ലെറ്റർ ഏതെന്നുള്ളതാണ്.
തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാ? സ്മാർട്ടാണ്. സ്മാർട്ട് എവിടെയാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, ഇങ്ങനെ നമുക്ക് സ്മാർട്ട് അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും കംപ്ലീറ്റ് ആയിട്ട് എഴുതി നോക്കണമെന്നുള്ള ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4ഉം 5ഉം കണ്ടുപിടിച്ചത്. നോർമലി നമ്മൾ എക്സാം ഹാളിൽ എഴുതുമ്പോൾ നമുക്ക് തേർഡ് ലെറ്റർ മതി, അല്ലെങ്കിൽ തേർഡ് വേർഡ് മതി. അപ്പോൾ നമുക്ക് എന്താ 3 വരെ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് ഫോർത്ത് പൊസിഷൻ. ഇതിൽ ഏത് ലെറ്റർ എന്ത് ചെയ്യും? ഫോർത്ത് പൊസിഷൻ വരും. ഓക്കെ, ലെറ്റേഴ്സിന്റെ പ്ലേസ് നോക്കാലോ. PRI 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 PRI. ഓക്കെ, നെക്സ്റ്റ് ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂസ് നോക്കിയേ. ഇത് ഇത്രയും വി ആണ്. വി അത്രയും 22 ആണ്. എസ് എന്ന് പറയുന്നത് 19 ആണ്. അപ്പൊ നമുക്ക് ഇനി ഒന്നും നോക്കാല്ലേ, ഇത് തന്നെ ഫസ്റ്റ് ലെറ്റർ. ബാക്കി എല്ലാം എന്താണ്? ഇനി സെയിം ആണ് അല്ലെ. ഇനി അടുത്ത് എയില് 2 എണ്ണം വരുന്നുണ്ട് അല്ലെ. എ എന്ന് പറഞ്ഞാൽ അടുത്ത വാല്യൂവിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇനി അതിന്റെ തൊട്ടടുത്ത ലെറ്റർ നോക്കിയേ. ഇത് 20, ഇത് 3. അപ്പൊ ഇത് എത്ര? ഇത് 2 ആയിരിക്കും അല്ലെ. ഇനി അടുത്ത് നോക്കിയേ, ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, 3 ആയിരിക്കും. ദെൻ അതിനുശേഷം വരുന്ന 2 വേർഡ്സ് ആണുള്ളത്. ഇതിൽ ഏത് ആദ്യം വരുമെന്ന് നോക്കിയാൽ മതി. PV അല്ലെ, മീൻസ് IV. ദെൻ വരുന്നത് ഇത് 25, ഇത് 9. ഏതായിരിക്കും എന്ന്? 4. പ്രിവിലേജ് അല്ലെ. ഫോർത്ത് പൊസിഷൻ പ്രിവിലേജ്. 5ാമത്തെ പ്രിവിലേജ് ആണ് നമുക്ക് ഫോർത്ത് പൊസിഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ വേർഡ് സീക്വൻസ് ഡിക്ഷണറി ഓർഡറിൽ ചെയ്യുക. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക? ഇതിൽ ഏത് ആദ്യം വരും എന്ന് നോക്കുക. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക. 1 ആണോ 5 ആണോ? 1 ആണോ? 1 എന്താ? ലെറ്റ്. ഇതെന്താ? ലീസ്റ്റ് അല്ലെ. അപ്പൊ ഇതിൽ ഏതായാലും LE. ദെൻ ഇത് 20. T എന്ന് പറയുന്നത് 20 ആണ്. ഇത് 19 ആണ്. അപ്പൊ 19 ആണോ വലുത്? 20 ആണോ വലുത്? 20 ആണ് വലുത്, 19 ചെറുത്. അപ്പൊ ആദ്യം ഏത് വരും? 5 വരും. അപ്പൊ 1ന്റെ ഓപ്ഷൻ നമുക്ക് ഇപ്പോഴേ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി 1 5 1. അപ്പൊ അടുത്തിന് ഇതിന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആരെ ചെക്ക് ചെയ്താൽ മതി? 4 ആണോ 2 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ LET. അപ്പോൾ 2ഉം LET ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് H ഉണ്ട്. ഇവിടെ H ഉണ്ട്. ഇവിടെ A ഉണ്ട്. ഇവിടെ A ഉണ്ട്. അപ്പൊ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് L. 12 ആണ്. ഇത് 18 ആണ്. അപ്പൊ 12 ആദ്യം വരും, രണ്ടാമതായിരിക്കും എന്ത് വരുന്നത്? 18 വരുന്നത്. അപ്പൊ 1 4 ആയിരിക്കും അടുത്ത ലെറ്റർ എന്നുണ്ട്. ഓപ്ഷൻ B, D എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അങ്ങനെ സ്പീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡർ. വീണ്ടും നമുക്ക് അതുപോലെ ചെയ്യാലോ. ഓക്കെ, 1 ആണോ 4 ആണോ നോക്കിയടാ. 1. ഓക്കെ, ഡിയർ ഇതുവരെ സെയിം ആണ്. ഓക്കെ, ഡിയർ ഇതുവരെ സെയിം ആണ്. ഇതും ഇതുവരെ സെയിം ആണ്. നെക്സ്റ്റ് 18 4. ഏത് വരും? 4 അല്ലെ. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ ആദ്യം വരും. അപ്പൊ എയും ഡിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി 4 3 2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 5 വരുമോ 1 വരുമോ നോക്കിയേ. ഇപ്പൊ DEA ഇവിടെയും സെയിം ആണ്. ഇത് 20 ആണ്. ഇത് 18 ആണ്. ചെറുത് ഇതാണ്. അപ്പൊ 1 ആദ്യം വരും. ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈച്ച് ഓഫ് ദ ലെറ്റർ in the word justice are arranged in alphabetical order. How many letters are there in the English alphabetical series between letter that is second from the left and one that is fourth from the right in the new letter cluster thus formed? അപ്പൊ നമുക്ക് ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം. ആദ്യം ജസ്റ്റിസിനെ ഞാൻ അടുത്ത് എഴുതുകയാണ്. JUSTICE. ഓക്കെ, നമ്പറിങ് കൊടുത്തേ. 10 21 19 20 9 3 5. ഓക്കെ, ഏറ്റവും ചെറുത് ഏതാ? C അല്ലേ. അപ്പോൾ CE 9. JSTU. ഇനി എന്താ അടുത്ത് പറഞ്ഞേക്കുന്നത്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിക് സീരീസ് ബിറ്റ്വീൻ ദ ലെറ്റർ സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്. ലെഫ്റ്റിന് സെക്കൻഡ് ഏതാ? E ആണ്. ആൻഡ് the one that is fourth from the right. Fourth from the right end ഇതാണ്. ഇവിടെ നിന്ന് 4. അപ്പോൾ 1 2 3 4. J ആണ്. 5 10. ബിറ്റ്വീൻ ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ. എക്സാം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിക് സീരീസ് ബിറ്റ്വീൻ. അപ്പൊ ഇവരുടെ ബിറ്റ്വീൻ ഒന്നി എന്ത് ചെയ്യുക? 10ന്ന് 5 കുറയ്ക്കുക, -1 ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്തെടുക്കുക. 6 7 8 9 4. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം. 6 വരുമോ 4 വരുമോ? 6 വരുമോ 4 വരുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, 6 4. ഓക്കെ,
ഇത് എഫ് കോമൺ ആണ്, ഇത് 1 ആണ്, ഇത് 6 വരുമോ 4 വരുമോ എന്നുള്ളതല്ലേ. ഓക്കെ 6, ഇത് 5 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ആര് വരും? 4 വരും. അപ്പം 6ന്റെ ഓപ്ഷൻ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വെട്ടി അങ്ങ് കളയുക. അടുത്ത് ബാക്കി നോക്കുക, 6ഉം 5ഉം അല്ലേ. 6 5 FE I 9 ആണ്, ഇത് 18 ആണ്. ചെറുത് ഏതാ അല്ലേ? I ആണ് ചെറുതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റർ അപ്പോൾ 5 വരും. ഓക്കെ മതി, ഇത്രയും നോക്കിയാൽ മതി, കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങ് വെട്ടിക്കളയുക, എളുപ്പമല്ലേ? ഇതാണ് ഓപ്ഷൻ എലിമിനേഷന്റെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. മറ്റേ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഇത് ഇത്രയും നമുക്ക് എടുത്ത് എഴുതേണ്ടി വരും. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ ഇതും ഡിക്ഷണറി ഓർഡർ ആണ്. ഓക്കെ 6 ആണോ 4 ആണോ നോക്കുക. 6 ആണോ 4 ആണോ? 4 എത്ര? FA, ഇത് FE അല്ലേ. 6 ആണോ 4 ആണോ നോക്കുക. എഫ് കോമൺ ആണ്, ഇവിടെ ഇ ആണ്. 4 ആണെങ്കിൽ FA ആണ്. അപ്പൊ നമുക്കറിയാം ആദ്യം ആരേ വരത്തുള്ളൂ? നമ്മുടെ എ വരത്തുള്ളൂ അല്ലേ. അപ്പോ 6ന്റെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? 6 വരുമോ 5 വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ 6 വരുമോ 5 വരുമോ? അപ്പോൾ FE രണ്ടിടത്തും സെയിം ആണ്. ഇത് 9 ആണ്, ഇത് 18 ആണ്. ഏത് വരും ഇതിൽ രണ്ടിലും? 9 ആയിരിക്കും. അപ്പം 5 ആയിരിക്കും. ഇതിനെ അങ്ങ് വെട്ടിക്കളയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ നോക്കിയേ, ഇനി ഇവിടുത്തെ നോക്കിയേ, എല്ലാം സെയിം, നമുക്ക് വലിയ പണിയൊന്നുമില്ല. നോക്കിയേ ഇത്രയും സംഖ്യയും സെയിം ആണ്, ബാക്കി നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ അപ്പൊ അതത്രയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 2ഉം 3ഉം, 2 വരുമോ 3 വരുമോ എന്ന് നോക്കിയാൽ മതി. ഇതെന്താ? 10, ഇത് ഇത്രയും സെയിം ആണ്. എ ആണ് യു ആണ്. എ ആണോ വലുത് യു ആണോ വലുത്? യു ആണ് വലുത്. യു 21 ആണ്, എ 1 ആണ്. അപ്പൊ ആദ്യം വരുന്നത് 3 ആയിരിക്കും. അപ്പം 2ന്റെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇനി 4 ആദ്യം വരുമോ 2 ആദ്യം വരുമോ എന്ന് നോക്കിയാൽ മതി. 4 ഇതാണ്ട് 2 ആറുണ്ട്. ഓക്കെ ബാക്കി ഇത്രയും സെയിം ആണ്. യു എന്ന് പറയുന്നത് 21, 4 4 ആണ്. അപ്പൊ 4 ആദ്യം വരും, 2 രണ്ടാമത് വരും. ഇത് വെട്ട് ചെയ്യുക, സി ഓപ്ഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിക്ഷണറി ഓർഡർ ചെയ്യാലോ. 4 വരുമോ 3 വരുമോ എന്ന് നോക്കുക. 4 വരുമോ 3 വരുമോ എന്ന് നോക്കുക. 4 3, ആദ്യത്തെ 3 ലെറ്റേഴ്സ് നമുക്ക് സെയിം ആണ്. ആദ്യത്തെ 3 ലെറ്റേഴ്സ് സെയിം ആണ്. ഓക്കെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് നമുക്ക് സെയിം ആണ്. ഇനി അടുത്ത ലെറ്റർ നോക്കിയേ, ഇത് 6 ആണ് അല്ലെ. F6 ആണ്, ഇത് 19 ആണ്. അപ്പൊ 6 അല്ലേ ചെറിയ നമ്പർ. അപ്പൊ ആദ്യം ആര് വരും? 6 വരും. അപ്പൊ 4ന്റെ ഓപ്ഷൻ അങ്ങ് വെട്ടുക. ദെൻ എന്ത് ചെയ്യുക? സി ആണോ ഡി ആണോ എന്നാണ് അടുത്ത ചോദ്യം. 4 ഉണ്ട് 2 ഉണ്ട്, 4 ഉണ്ട് 2 ഉണ്ട്. 4ന്റെയും 2ന്റെയും ആദ്യത്തെ 3 ലെറ്റർ സെയിം ആണ്. അടുത്തതും എസ് ആണ്, 4ാമത്തെ ലെറ്ററും സെയിം ആണ്. ദെൻ വരുന്ന 5ാമത്തെ ലെറ്റർ, ഇത് 3 ആണ്, ഇത് 5 ആണ്. 3 അല്ലേ ചെറുത്, അപ്പൊ 2 ആദ്യം വരും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലേ? ഇത് കുറച്ച് നമുക്ക് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് തന്നെ അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് വേർഡ് കംസ് അറ്റ് 4th പൊസിഷൻ. 4th പൊസിഷനിൽ ആര് വരുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ WH അല്ലെ, ഇത് സെയിം ആണ്. WH എന്ന് പറയുന്നത് എല്ലാത്തിലും സെയിം ആണ്. WH. ഓക്കെ നെക്സ്റ്റ് ലെറ്റർ നോക്കാം. 5 5 5, ഇവിടെ 1 അല്ലെ. അപ്പൊ എന്തായാലും ഇത് 1 വരും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 4th ലെറ്റർ ആണ് വേണ്ടത്. 4th ലെറ്റർ അല്ലെ, 4th ലെറ്റർ ആണ് വേണ്ടത്. അപ്പോ നെക്സ്റ്റ് എല്ലാം 5 ആണ് അല്ലെ, എല്ലാം 5. അതിന്റെ തൊട്ടടുത്തോ 5 1, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് വേണ്ട. 5 1, ദെൻ 20 14. അപ്പൊ എന്താ വരും? ആദ്യം 1 വന്നു, ദെൻ എ അല്ലേ ചെറുത്, അപ്പൊ 2. 3 എന്ന് പറയുന്നത് ഇത് വരും. 4th ലെറ്റർ ഏത് വരും? 20 ആണോ വലുത് 14 ആണോ വലുത്? 20 ആണോ വലുത്. അപ്പൊ നമുക്ക് ഏതാ വേണ്ടത്? 14, ചെറിയ നമ്പർ അല്ലേ, 14. 4th പൊസിഷൻ. അപ്പൊ വെൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 4th പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ 4th പൊസിഷനിൽ ആര് വരും? വെൻ വരും. നെക്സ്റ്റ് ഓക്കെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഓർഡറിൽ എഴുതുക. നോക്കാം 5 വരുമോ 2 വരുമോ എന്ന്. 5 വരുമോ 2 വരുമോ? ആദ്യത്തെ പൊസിഷൻ വാല്യൂസ് കമ്പയർ ചെയ്ത് ഏതാ? രണ്ടും സെയിം ആണ്. 2ന്റെയും 5ന്റെയും പൊസിഷൻ വാല്യൂസ് സെയിം ആണ്. അപ്പോ നെക്സ്റ്റ് ലെറ്റർ 14 18. ഓക്കെ 14 18, ഏതാ ചെറുത്? 14 അല്ലേ ചെറുത്. അപ്പൊ 2 ആയിരിക്കും ആദ്യം വരണം. അപ്പൊ 5ന്റെ എന്താ? വെട്ടി അങ്ങ് കളയുക. ബാലൻസ് നോക്കുക. ഇനി 5 വരുമോ 3 വരുമോ? അത്രേ ഉള്ളൂ ചോദ്യം. അപ്പൊ ഇത് 18, ഇത് 20. അപ്പൊ ആദ്യം ആര് വരും? 18 വരും. 5 ആദ്യം വരും. ഓപ്ഷൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കമ്പയർ ചെയ്തേ. 2 ഉണ്ട് 5 ഉണ്ട്, ഏതാദ്യം വരുമെന്ന്? 2 ഉണ്ട്, 2
5 ആദ്യത്തെ രണ്ട് സെയിം ആണ്. നെക്സ്റ്റ് D4E5 ആദ്യം 2 ആയിരിക്കും വരിക. അപ്പൊ 5ന്റെ ഓപ്ഷൻ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയുക. നെക്സ്റ്റ് 6 വരുമോ 5 വരുമോ? 6 വരുമോ 5 വരുമോ? ഇത് 5 ഇത് ഇത്രയും സെയിം ആണ്. നെക്സ്റ്റ് നോക്കിയേ 9 1 അല്ലെ, 9 1 ഏറ്റവും ചെറുത് ആരാ? 1 ആണ്. അപ്പൊ 6 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? എളുപ്പം കിട്ടിക്കൂടെ? കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഒന്ന് നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഓർഡറിലാക്കിയത് വളരെ എളുപ്പമുള്ള ടോപ്പിക്ക്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എങ്ങനെ സ്പീഡിൽ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലായി, ഓപ്ഷൻ വെച്ച് ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.